നമസ്കാരം. ഡോക്ടർ റോഷ്നി, ഡയറക്ടർ ആയുർ പരബ്രഹ്മ ഹോസ്പിറ്റൽ, ഓച്ചിറ. പിന്നെ ഈ അബ്ഡോമിനൽ ബൈൻഡിങ് അല്ലെങ്കിൽ വലിച്ചു കെട്ടുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. അത് ഒത്തിരി പല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സംഭവമാണ്. ആളുകൾ പറയുന്നത് പോലെ ഇത് വയറ് ചുരുങ്ങാൻ വേണ്ടിയിട്ടല്ല ഇത് ശരിക്കും ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു നമ്മൾ പ്രസവം കഴിയുമ്പോൾ യൂട്രസ് ശരിക്കും ഒരു ക്രിക്കറ്റ് ബോൾ പോലെ അബ്ഡോമിനൽ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. പതിയെ പ്രത്യേകിച്ച് ഓരോ ദിവസവും ഒരു 1.5 to 2.5 സെന്റിമീറ്റർ ചുരുങ്ങി അത് പെൽവസിലോട്ട് പോവുക ചെയ്യുക. അപ്പൊ ഈ അബ്ഡോമിനൽ ഒരു വേക്കൻ ആയിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു വാക്വമാണ്. ആ ഭാഗത്ത് വായുവിന്റെ ഒരു കോപം ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ ഇവർക്ക് ഈ സമയത്തുണ്ടാകുന്ന ഈ നടുവേദന വരാതിരിക്കാൻ ഒരു ലംബാർ സപ്പോർട്ട് എന്ന രീതിയിലാണ് നമ്മൾ ഈ അബ്ഡമൻ ബൈൻഡിങ് ചെയ്യുന്നത്. അല്ലാതെ വയറ് ചുരുങ്ങി പോകാനൊന്നുമല്ല. പിന്നെ കുറച്ച് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടുമ്പോൾ വയറ് ഒത്തിരി ചാടാതിരിക്കാറുണ്ട്. പക്ഷെ ഇത് കെട്ടുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കുറെ സമയത്തിന് ശേഷം, ദഹനത്തിന് ശേഷം ഒക്കെയാണ് നമ്മളത് ചെയ്യുക. രാത്രി ഇത് കെട്ടിക്കൊണ്ടൊന്നും കിടക്കാൻ നമ്മൾ പറയാറില്ല. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന നമ്മൾ ഇത്ര പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ നമ്മൾ അത് അഴിക്കുകയും ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ ബന്ധനം ചെയ്യുന്നത് കൊണ്ട് വയറ് കുറയുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യാതിരുന്നുകൊണ്ട് വയറ് കൂടുതൽ ചാടുകയോ ചെയ്യുന്ന മിസ്കൺസെപ്റ്റ്സ് ആണ്. പ്രോപ്പറായിട്ട് അബ്ഡോമൻ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകൾ പിന്നീട് നമ്മളൊരു 3 മാസത്തിന് ശേഷം ആണ് നമ്മൾ എക്സസൈസുകൾ പറയുക. അതേസമയം നമ്മുടെ രക്തസ്രാവം ഒക്കെ ഒന്ന് പതിയെ കുറഞ്ഞു വരുമ്പോഴത്തേക്കും ചെറിയ യോഗകൾ, പ്രത്യേകിച്ച് ഭുജംഗാസനം പോലെയോ അല്ലെങ്കിൽ പവനമുക്താസനം പോലെയുള്ള യോഗകൾ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഡൗട്ട് എത്ര നാൾ വരെ റെസ്റ്റ് എടുക്കണം എന്നൊക്കെയാണ്. പൊതുവിൽ ഒരു ഫസ്റ്റ് 1.5 മാസം എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് റെസ്റ്റ് എടുക്കേണ്ട, അതാണ് ഈ 1.5 മാസം അല്ലെങ്കിൽ 6 വീക്സ് 45 ദിവസമാണ് ശരിക്കും നമ്മുടെ നോർമൽ പെർപ്യൂറിയം എന്ന് പറയുന്നത്. പോസ്റ്റ് ഡെലിവറി കെയർ വേണ്ട സമയം. ഈ സമയങ്ങളിൽ ഇത്രയും ദിവസവും തന്നെ എൻ്റെ അഡ്വൈസിൽ തൈലം തേച്ചുള്ള കുളിയൊക്കെ വളരെ നിങ്ങളെ ഹെൽത്തിയർ ആക്കുന്നതാണ്. പിന്നെ സിസേറിയൻ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഒരു 2 ആഴ്ച വരെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ, അതേസമയം ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു സെന്ററിലോ ഹോസ്പിറ്റലിലോ ആണെങ്കിൽ അവരത് കൃത്യമായിട്ട് നിങ്ങളെ ടൈം അറേഞ്ച് ചെയ്ത് അതിന്റെ കാര്യം അവിടെ വൂണ്ട് ഡ്രസ്സിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ സമാസമം നടക്കുകയും വൂണ്ട് ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ക്ഷാളനം പോലെയുള്ള ചില ധാരകളൊക്കെ അവർ ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ കൂടുതൽ ബോധർ ചെയ്യേണ്ടി വരില്ല. സമയം വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ തൈലം പ്രയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കിഴിയൊക്കെ ഇടുകയാണെങ്കിൽ വീട്ടിൽ ആരെങ്കിലും കൊണ്ടൊന്ന് ചെയ്യിക്കുകയാണെങ്കിൽ, സിസേറിയൻ ഒക്കെ കഴിഞ്ഞവരെ ആണെങ്കിൽ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടേ കിഴിയൊക്കെ പ്രയോഗിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിലല്ല എങ്കിൽ ഒരു 3 മാസമെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ ഒരു കിഴിയുടെ പ്രയോഗമൊക്കെ ഉണ്ടാകാൻ പാടുള്ളൂ. റെസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് കിടക്കുക എന്നല്ല, 1.5 മാസം വരെയൊക്കെ കൂടുതൽ നേരം കിടക്കുക. മറ്റ് അല്ലാത്ത സമയങ്ങളിൽ നടക്കുകയൊക്കെ ചെയ്യാം. വെയിറ്റ് എടുക്കുന്നതാണ് പരമാവധി ഒഴിവാക്കേണ്ടത്. കാര്യം യൂട്രസ് കൂടുതലായിട്ട് പ്രൊലാപ്സ് ആവാനായിട്ടൊക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ റെസ്റ്റിന്റെ കാര്യം ഇങ്ങനെ പറയുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നടക്കുക എന്നുള്ളതും കൂടെ ഇതിനകത്ത് ഒരു ചെറിയ വാക്കിംഗ് ഒക്കെ, ഒരു ബ്രിസ്ക് വാക്കിംഗ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇത് എങ്ങനെ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നാമത് നിങ്ങളൊരു നല്ലൊരു ഡോക്ടറിനെ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടിരിക്കണം. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ ഒരു നമുക്കറിയാം പലരും വരുന്ന പറയുന്ന സ്ട്രെച്ച് മാർക്ക് വരും എന്നൊക്കെ പറയാറുണ്ട്. ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്കിന്നിന്റെ രണ്ടാമത്തെ ലെയർ ഡെർമിസിൽ ഉണ്ടാകുന്ന ടിയർ കാരണമാണ് സ്ട്രെച്ച് മാർക്കുകൾ. പിന്നെ ഹോർമോൺസിന്റെ ഒക്കെ ആക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 3rd ട്രൈമസ്റ്റർ, ഒരു 7ാം മാസം തൊട്ടൊക്കെ പതിയെ ഇതാവും. അപ്പൊ ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ പ്രത്യേക ചെറിയ തൈലം ഒക്കെ മൈൽഡായിട്ടൊന്ന് അപ്ലൈ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി അങ്ങ് ഡീപ്പർ ആയിട്ടൊന്നും വരത്തില്ല. അപ്പൊ ഇത് നിങ്ങൾ ഒരു 3rd ട്രൈമസ്റ്റർ ആവുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്നേറ്റൽ കെയർ അല്ലെങ്കിൽ പ്രസവരക്ഷ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ സെന്റേഴ്സ്, അതായത് ഇപ്പൊ നമ്മുടെയൊക്കെ ഹോസ്പിറ്റലുകളിൽ അത് വളരെ കൃത്യമായിട്ട് അതിന്റെ ഒരു പ്രത്യേക യൂണിറ്റ് തന്നെ ഉണ്ട്. അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റാഫിനെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മേൽനോട്ടത്തിൽ, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മാത്രമാണ് അത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കത് നേരത്തെ തന്നെ ഒരു ആന്റിനേറ്റൽ കെയർ പോലെ തന്നെ ഡോക്ടേഴ്സിനെ നിങ്ങൾക്ക്, അതുപോലെ തന്നെ ആയുർവേദത്തിൽ പ്രസൂതി തന്ത്ര എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെയുള്ള ഡോക്ടർമാരെയും നിങ്ങൾക്ക് സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ കെയർ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ നിപ്പിളൊക്കെ അകത്തേക്ക് ആയിട്ടിരിക്കുന്നതൊക്കെ ഒരു ഈ പറഞ്ഞ പോലെ 3rd ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ തന്നെ പതിയെ നമ്മൾ ഈ തൈലമൊക്കെ തേച്ച് അവിടെ പതിയെ ഒന്ന് വലിച്ച് കൊടുക്കുന്നതൊക്കെ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു നിപ്പിൾ ക്രാക്കിനെയും അതുപോലെ തന്നെ ഈ പാല് വരാനുള്ള ബുദ്ധിമുട്ടിനെയൊക്കെ നമുക്ക് കുറെയൊക്കെ മുന്നേ കൂട്ടി നമുക്ക് മാറ്റാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നേരത്തെ നിങ്ങളൊരു സെന്റർ ചൂസ് ചെയ്ത് വെക്കണം.
അത് കൃത്യമായിട്ട് അവരുമായിട്ട് നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ ഒരു ബോഡി ഫിസിക്സും നിങ്ങളുടെ മുന്നേ ഉള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഒരു ഫസ്റ്റ് ഡെലിവറി ഉണ്ട്, നിങ്ങളൊരു ഒബീസ് ആയിട്ടുള്ള ഇച്ചിരി വണ്ണമുള്ള ഒരാളൊക്കെ ആണെങ്കിൽ മുന്നത്തെ ഡെലിവറിയിലുള്ള ഹിസ്റ്ററി മറ്റു കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് അത് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളൊരു സെന്ററിനെ സമീപിക്കാം. ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുക, നിങ്ങൾ അവിടെ അഡ്മിറ്റ് ആയി തന്നെ ചെയ്യുക. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പലപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ കുട്ടിയുടെ ആ ഒരു 14 to 21 ഡേയ്സ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കിട്ടും. പ്രോപ്പറായിട്ട് നിങ്ങളൊരു ഡോക്ടറിന്റെ കീഴിലായതുകൊണ്ട് തന്നെ അനാവശ്യ കൺഫ്യൂഷൻസും അതുപോലെ ഈ പ്രഗ്നൻസി ബ്ലൂം പോലെയുള്ള ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല ആങ്സൈറ്റി ഇഷ്യൂസിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡോക്ടറിന്റെ ഒരു മേൽനോട്ടത്തിലാണെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വളരെ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ആംബിയൻസും അതുപോലെ തന്നെ ഈ ഒത്തിരി പേര് വിസിറ്റേഴ്സ് ഇല്ലായ്മ തന്നെ ഒരു നിങ്ങളുടെ ഹെൽത്തിനെയും കുട്ടിയുടെ ഹെൽത്തിനെയും അത് വളരെ അപ്പൊ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരുവിധം കുഞ്ഞിന്റെ സ്ലീപ്പ് പാറ്റേൺ ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾക്ക് തന്നെ കുഞ്ഞിനെ സ്വയം കൈകാര്യം ചെയ്ത് കുഞ്ഞിനെ നോക്കാനും പരിപാലിക്കാനുമുള്ള ഒരു ആരോഗ്യവും മനസ്സും ഒക്കെ ആക്കിയിട്ടുണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു നിങ്ങളൊരു ഡോക്ടറുമായിട്ട് സമീപിച്ച് തന്നെ നിങ്ങൾ അതിന്റെ മെഡിസിൻസും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിന്റെ സേവനത്തെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്.